ഹായ്, ഇന്ന് ഞാൻ കടമക്കുടിയിൽ ഒന്നും കൂടി വന്നേക്കാണ്. അപ്പോൾ ഒരു പുതിയ കാഴ്ച, പുതിയ വിശേഷവുമായിട്ടാണ് വന്നേക്കണത് കടമക്കുടിയിൽ. ഹായ്, ഞാൻ സുധി. ഒരു ചേട്ടനെ പരിചയപ്പെടാം. നമുക്ക് ഈ ചേട്ടനോട് തന്നെ ചോദിക്കാം. ഈ ചേട്ടൻ്റെ പേരും പറഞ്ഞോട്ടെ. എൻ്റെ പേര് വിൻസെൻ്റ് ആണ്. ബോട്ട് ഓടിക്കുകയാണ്. കടമക്കുടി നല്ല പേസാണ്. ഇതാണ് സ്ഥലം, നല്ല മനോഹരമായ സ്ഥലം. നമുക്ക് മനോഹരമായ സ്ഥലങ്ങളിൽ കറങ്ങാൻ പോവാം. ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാനുണ്ട്. 2-3 മണിക്കൂർ കറങ്ങിയാലേ കടമക്കുടി അറ്റം കിട്ടുള്ളൂ. അങ്ങനെ സ്ഥലങ്ങളിൽ കറങ്ങിയിട്ട് പോരാം. നല്ല സ്ഥലങ്ങളാണ്. ഇതൊരു വഞ്ചിയായിട്ട് പോകണതാണ്. ഇദ്ദേഹം ഇവിടെ വല ഇങ്ങനെ ഞണ്ട് വലയൊക്കെ ഇട്ട് അതിപ്പോൾ ഞണ്ടുണ്ടാകുന്ന നോക്കിയൊക്കെ പോയണം. രാവിലെ തന്നെ വരുമെന്ന് തോന്നണം അല്ലേ? രാവിലെ തന്നെ ഇവിടെ ആളുകളൊക്കെ നടക്കാനും ഓപ്പൺ ജിമ്മിലായിട്ട് വരാറുണ്ടല്ലേ? രാവിലെ 6-5 മണി തുടങ്ങിയൊക്കെ ആൾക്കാർ വരാറുണ്ട്. രാവിലെ വന്നു കഴിഞ്ഞാൽ തിരക്കായിരിക്കുമല്ലോ ഇവിടെ? രാവിലെ അത്ര തിരക്കൊന്നുമില്ല. ഇല്ല, നടക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ. ഓക്കെ. ബാത്റൂം സൗകര്യമുണ്ട്. ഈ ടൂറിസ്റ്റുകളൊക്കെ ഈ സമയത്താണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്? ഏറ്റവും കൂടുതൽ വരുന്നത് വൈകിട്ട് ടൈമാണ്. വൈകിട്ട് എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ ഉണ്ടാവുമല്ലോ. പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതലായിരിക്കും. സെക്കൻഡ് സാറ്റർഡേ, സൺഡേ ഒക്കെ അല്ലേ? ഓക്കെ. ഇപ്പോൾ ഇവിടുത്തെ ഓപ്പൺ ജിമ്മ് അങ്ങനെ അറ്റം വരെ ഉണ്ട്. ഓപ്പൺ ജിമ്മ് പുതിയതായിട്ട് ലൈറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയാലും നല്ല വെട്ടമായിരിക്കും. രാവിലെ ആയാലും ഒരു 6 മണി വരെ വെട്ടമുണ്ടാവും. ഫുഡിനൊക്കെ എങ്ങനെയാണ്? ഫുഡിൻ്റെ കാര്യമൊക്കെ കുഴപ്പമില്ലാതെ കിട്ടും. വൈകിട്ടാണ് ഫുഡിൻ്റെ പരിപാടി മുഴുവൻ. രാവിലെ ഫുഡില്ല. തട്ടുകട ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് 10-15. ഓക്കെ. തട്ടുകട പല വെറൈറ്റി കൂൾ ഡ്രിങ്ക്സ് കിട്ടണതും പിന്നെ അങ്ങനെ പല ഐറ്റങ്ങൾക്ക് നമുക്ക് ഇവിടെ കിട്ടും അല്ലേ? ഫേവറേറ്റ് എന്തിനാണ് വരുന്നത് കടമക്കുടിയിൽ? ഫേവറേറ്റ് ആയ വിഭവം കപ്പയും മീൻകറിയാണ്. സ്പെഷ്യലായിട്ട്. ഇപ്പോൾ ഈ ഭാഗങ്ങളിട്ട് പോയി കഴിഞ്ഞാലാണ് തട്ടുകടയൊക്കെ ഉള്ളത്. ബോട്ട് യാത്രയാണ്. അറ്റത്തുനിന്ന് ശ്രദ്ധ കഴിഞ്ഞൊരു ബോട്ട് യാത്ര തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കളർ ഷാപ്പാണ് ഇത് അറ്റത്ത് കാണുന്നത്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ. പോകുന്നത് ഇവിടെ നിന്ന് മെയിൻ കടമക്കുടിയുടെ ഒരു മൊത്തം വ്യൂ കിട്ടുന്ന ഒരു പോയിന്റിലോട്ടാണ്. ആ പോയിന്റിലോട്ട് ഇതാ ജംഗ്ഷൻ കണ്ട ആ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കടമക്കുടിയുടെ ഒരു മൊത്തം വ്യൂ കിട്ടും. ഇപ്പം മഴയാണ്, എന്നാലും ഞാൻ പോയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് ഓപ്പൺ ജിമ്മ്. ഓപ്പൺ ജിമ്മിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ വ്യൂ പോയിന്റിലോട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ ഓപ്പൺ ജിമ്മ്. അപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ വന്ന് ഇവിടെ വർക്കൗട്ടൊക്കെ ചെയ്യും. നടന്നിട്ട് വന്നിട്ട് ഇവിടെ നിന്നാണ് ചെയ്യും. ഇത് ഇവിടുത്തെ പ്രത്യേക കാഴ്ചകളാണ് കടമക്കുടിയുടെ. ഇത് രാവിലെ തന്നെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് പോകുന്ന വഞ്ചികളും ആളുകളൊക്കെ കാണാം. നല്ലൊരു സൂപ്പറായ കാഴ്ചയാണ് ഇന്ന്. വാവ്, അടിപൊളി കാഴ്ച, സൂപ്പറായ കാഴ്ചകളാണ്. ഒരു മീൻ പിടിക്കുന്ന കാഴ്ചയൊക്കെ കാണാം കേട്ടോ. മീൻ പിടിക്കാനൊക്കെ ആളുകൾ വരും. അപ്പോൾ ഇവിടുത്തെ പ്രധാന പാലമാണിത്. കാരണം കടമക്കുടിയുടെ ഓപ്പൺ ജിമ്മിലോട്ട് വന്നെങ്കിൽ ഈ പാലം കടന്നിട്ട് വേണം പോരാൻ. ലൊക്കേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മഴയാണ് പ്രശ്നം. ഇത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കിട്ടി. വേണ്ട, ഇവിടുത്തെ കുറച്ച് വ്യൂ കിട്ടി. ഇതല്ല പോയിൻ്റ്. ഞാൻ പോണത് വേണ്ട, ഇതാ സ്പോട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നല്ല വ്യൂ കിട്ടും. ഇത് ഇവിടെ നിന്നും നല്ല വ്യൂ ഉണ്ട്. പാലത്തിന് മുകളിൽ നിന്നാണ് ഞാൻ നോക്കുന്നത്. നല്ല വ്യൂ ഉണ്ട്. വട്ടവഞ്ചിയൊക്കെ വന്നിട്ടുണ്ട്. വേണ്ട, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തട്ടുകടകളൊക്കെ നല്ല വ്യക്തമായിട്ട് കാണാം. ഇത് ഇവിടെ നിന്ന് കുറേ വ്യൂസ് കാണാം. കടമക്കുടി മൊത്തം ഒരു വിധം വ്യൂ ഉണ്ട്. ചീന വലകൾ കാണാം. ഇവിടെ ബോട്ടിങ്ങിനുള്ള പല ബോട്ടിങ്ങായിട്ടുണ്ട്. ഈ ബോട്ടിലൊക്കെ നമുക്കിവിടെ കടമക്കുടിയെ കണ്ടൽക്കാടും പെഴല പാലം അങ്ങനെ കടമക്കുടിയുടെ സൗന്ദര്യങ്ങളൊക്കെ ഈ വഞ്ചിലൂടെയൊക്കെ ബോട്ടിലൂടെയൊക്കെ പോയി ആസ്വദിക്കാവുന്നതാണ്. ഇതേതാണ് ഇവിടുത്തെ പാലം, നേരത്തെ കണ്ടാണ്. ഇത് ഒരുവിധം വ്യൂസ് ഇവിടെ നിന്നുണ്ട്. ഒരു വ്യൂ പോയിൻ്റ് ആണെന്ന് പറയാത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉള്ളതാണ്, വരാപ്പുഴയിലാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില ടൂറിസ്റ്റുകളൊക്കെ പരിചയപ്പെടും. അപ്പോൾ അവരൊപ്പം യാത്രയൊക്കെ ചെയ്യും. അങ്ങനെ 2 പേര് പരിചയപ്പെട്ടു.
അവരെടുത്ത് ഒരു യാത്ര ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം ഞാൻ ഇടും. ഹായ്, ഞാൻ സുധി. എൻ്റെ സ്വദേശം കൊച്ചി തന്നെയാണ്. ഇത് മിസ്റ്റർ ഭോജരാജൻ, എൻ്റെ ഫ്രണ്ടാണ്. ഈസ് ഫ്രം ചെന്നൈ. Just came to visit the Kerala, so I have to took him to Kadamakudi for sightseeing and all. So just he's enjoying, and just I will just introduce him. Hi, this is Bojarajan. I am from Chennai. I am an insurance broker. So I am planning to open an office in Cochin. So I came to meet few clients, and Sudhi is introducing me to some of his friends as well. And today morning he suggested we come to Kadamakudi because I have seen a few videos about this place. So we have come here, did a morning walk, and now spending some time on a boat. So thank you, Kerala. ഓക്കെ, ഇതത് കണ്ടോ, കയാങ്കിങ് നടത്തുന്ന സ്ഥലമാണത്. അവിടെ കയാങ്കിങ് ചെയ്യുന്ന ബോട്ടൊക്കെ ഉണ്ട്. ഇവിടെ കെട്ടുകളാണെന്ന് അറിയാലോ. അപ്പോൾ കെട്ടുകൾ പണിയിലുള്ള വഞ്ചിലായിട്ട് മുളകളെ കൊണ്ടുപോയാണ് ഈ വീഡിയോ കാണുന്നത്. കൊക്കുകളൊക്കെ പോകുന്നുണ്ട്. കയാങ്കിങ് നടത്തുകയാണെങ്കിൽ മെയിൻ പോയിൻ്റാണ് ഇത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതവിടെ നിന്ന് നമുക്ക് കയാങ്കിങ് ആരംഭിക്കാം. അപ്പോൾ കടമുക്കുടി, കണ്ടൽക്കാട് കണ്ട് ഇങ്ങനെ വരാം. വണ്ടിങ് പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ് ഇത്, പാർക്കിംഗ് ഏരിയ. ഇത് നമുക്ക് പോകാൻ പറ്റുമോ നോക്കിയല്ലോ. അയ്യോ എൻ്റെ അമ്മേ, അതിലും ചെറിയൊരു ആശ്വാസം. ഇതവിടെ സൂര്യന് ചെറുതായിട്ടാണ് കേട്ടോ. സംവിധാനമാണിത്. ഏണ്ടേ ഇന്ന് ബോട്ടിങ് കേട്ടോ. തോണി യാത്രക്ക് പോകണമെങ്കിൽ ഈ ചേട്ടനെ ബന്ധപ്പെടുക. ഇവിടെ കുറെ പേരുണ്ട്. പൈസയും കുറവാണ്, എല്ലാം നിങ്ങളുടെ സൗകര്യാനുസരണം യാത്ര ചെയ്ത് തരുന്നതായിരിക്കും. ജീവിത തിരകളിൽ നിന്നും ഒരു ഗ്രാമീണത്തിൻ്റെ കാഴ്ചകൾ കാണാൻ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കടമക്കുടി. എന്തായാലും ഇവിടുത്തെ ആളുകളുടെ ഐക്യവും ആ ഒത്തൊരുമയും ആ ജോലിയോടുള്ള ആത്മാർത്ഥതയൊക്കെ കാണുമ്പോൾ ഇവിടെ ആ കാഴ്ച കണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊക്കെ നല്ല കുളിർമയൊക്കെ തോന്നും. അപ്പോൾ ഇന്നും മഴയായിപ്പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത വീഡിയോ കാണുന്നവരും